الحق ليظهره على كله وكفى بالله شهيدا. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله ഊസിക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ സൂക്ഷിച്ച് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമ്മുടെ വീട്ടിൽ തൂക്കിയിട്ടിട്ടുള്ള ക്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ കെട്ടിയിരിക്കുന്ന വാച്ച്, അതിലടിസ്ഥാനപരമായി 3 സൂചികൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡിന്റെ സൂചിയുണ്ട്, മിനിറ്റുകളുടെ സൂചിയുണ്ട്, മണിക്കൂറുകൾ കണക്കാക്കാനുള്ള സൂചിയും അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ സൂചികൾ ഓരോന്നും അതിൻ്റെതായ സമയത്ത് തിരിയുമ്പോൾ നാം അതിൽ സമയം കണക്കാക്കുമ്പോൾ വെറുമൊരു സമയം മാത്രമല്ല യഥാർത്ഥത്തിൽ അത് നമുക്ക് പറഞ്ഞു തരുന്ന മെസ്സേജ്. നിന്റെ ജീവിതത്തിൽ നിന്ന് സെക്കൻഡിന്റെ ഒരു സൂചി ഒരു പ്രാവശ്യം തിരിയുമ്പോൾ, ഒരു പ്രാവശ്യം ഒന്ന് അനങ്ങുമ്പോൾ നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് ഇതാ തീർന്നിരിക്കുന്നു. മിനിറ്റിന്റെ സൂചി പറയും ഒരു പ്രാവശ്യം അത് ചലിക്കുമ്പോൾ നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു മിനിറ്റ് ഇതാ തീർന്നിരിക്കുന്നു. മണിക്കൂറിന്റെ സൂചി പറയും ഇതാ നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു മണിക്കൂർ ഇതാ അവസാനിച്ചിരിക്കുന്നു. ഇങ്ങനൊരു മെസ്സേജ് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ സെക്കൻഡുകൾ പിന്നിടുമ്പോഴും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അകലുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് മരണം നമ്മെ ഇങ്ങോട്ട് നമ്മൾ ക്ഷണിക്കാതെ തന്നെ ഈ ലോകത്ത് പിറന്നു വീണതുപോലെ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ റൂഹിനെ പിടിക്കുന്ന ഒരു ദിവസം, ഒരു സമയം, ഒരു സെക്കൻഡ്, ഒരു സ്ഥലം ഇനി നമ്മൾ കാത്തിരിക്കണം. അതുകൊണ്ട് ആ മരണമെന്ന മുന്നറിയിപ്പ് നമുക്ക് വന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മരണവും എല്ലാ ദേഹവും മരണം ആസ്വദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോഴും അവിടെ വിജയിക്കാനും പരാജയപ്പെടുന്നതുമായ വിഷയങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത നന്മകൾക്ക് അല്ല തിന്മകൾക്ക് എല്ലാത്തിനും പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ലോകം, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, വിചാരണ വേളയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്.
അവിടെ വിജയിക്കണമെങ്കിൽ എന്തു വേണം? അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഫമൻ സുഹ്സിഹ അനിൻ നാർ. ഏറ്റവും വലിയ വിജയം എന്താ? ഈ ദുനിയാവിൽ ബിസിനസിന്റെ സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുക്കുക എന്നതല്ല വിജയം. അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് നല്ല ക്ലച്ച് പിടിച്ചു, അതല്ല വിജയം. മറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വിജയമേതാ? ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അതാണ് വിജയം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നതാണ് ആത്യന്തികമായ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരന്മാരെ, ഇപ്പോഴും പലർക്കും മരണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ശരിയായ ഒരു ചിന്തയില്ല. അതിനുവേണ്ട മാത്സര്യ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിടത്താണ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അല്ലാഹു പറയാണ്, നിങ്ങളെ മണ്ണിൽ നിന്നാണ് പടച്ചത്, ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു മടക്കും, ആ കബറിലേക്ക് ഇറക്കി വെക്കും. നമ്മൾ ഇന്ന് വില കൊടുത്തു വാങ്ങിയ കട്ടിലിൽ കിടന്ന് മെത്തയിൽ കിടന്ന് സുഖലോലുപരായിക്കൊണ്ട് കിടന്നുറങ്ങുമ്പോൾ അതില്ലാത്ത, ആ കട്ടിലില്ലാത്ത, മെത്തയില്ലാത്ത, തലയണയില്ലാത്ത വെറും മൺതരികൾ മാത്രം ശരീരത്തിൽ പറ്റിക്കിടക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. കബർന്ന 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, അങ്ങനെ തിരിച്ചു മടക്കിയതിനു ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് വിജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ദിവസം കൂടിയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അല്ലാഹു ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ ഒരു യാത്രയില്ലേ, നമ്മുടെ റൂഹ് പിടിച്ച് കബറെന്ന യാത്രയിൽ, കബർ കഴിഞ്ഞ് വിചാരണക്കെടുക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം, അന്ന് വിചാരണയുടെ വേള, പിന്നെ സിറാത്ത് എന്ന പാലം, അവിടെ നിന്ന് സ്വർഗം, ഇത്രയും വിദൂരമായ യാത്രയിലേക്ക് നമ്മൾ എന്ത് സമ്പാദിച്ചു? അല്ലാഹു ചോദിക്കാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു? നമ്മൾ ചിന്തിക്കുന്ന നാളേക്ക് വേണ്ടി ബിസിനസിന്റെ മേഖലയിൽ നമ്മുടെ അക്കൗണ്ടിന്റെ ലാഭത്തിലേക്ക്, നമ്മുടെ ബിസിനസിന്റെ ലാഭത്തിലേക്ക് നാളെ ഞാൻ എന്ത് സമ്പാദിക്കും എന്നതാണ് ഇന്ന് നമ്മുടെ ചിന്ത. എന്നാൽ അല്ലാഹു ചോദിക്കുന്നെന്താ? നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ പോറ്റാനുള്ള വിഷയമല്ല, നമ്മുടെ കുടുംബത്തെ പോറ്റാനുള്ള വിഷയമല്ല, നമ്മുടെ മണിമാളികകൾ കെട്ടി ഉയർത്താനുള്ള വിഷയമല്ല ചോദിക്കുന്നത്. മറിച്ച് നിന്റെ ഖബറിലേക്ക്, നിന്റെ പരലോകത്തിലേക്ക്, നിന്റെ വിചാരണ ദിവസത്തിലേക്ക് നീ എന്തുണ്ടാക്കി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ്. നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ, നീ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്, ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജ്ഞാനി, അങ്ങേയറ്റം ആഴത്തിൽ അറിയുന്നവൻ. അല്ലാഹു നമ്മുടെ ഓരോ സെക്കൻഡിലെ പ്രവർത്തനങ്ങളെയും, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നതിനെ പോലും അറിയുന്നവൻ. അതുകൊണ്ട് അങ്ങനെയുള്ള റബ്ബിനെ നീ സൂക്ഷിച്ചുകൊണ്ട് നിന്റെ ദുനിയവിയായ ജീവിതത്തെ ധന്യമാക്കുക. എങ്ങനെ? പരലോക വിജയത്തിനു വേണ്ടിയുള്ള നന്മകളായി ധന്യമാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തനീയമായ ചില വാക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. അദ്ദേഹം പറയാണ്, മാ മിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ യുനാദി. ഓരോ ദിവസവും പുലരിയിൽ നമ്മൾ എണീക്കാറുണ്ടല്ലേ? ഇന്നും നമ്മൾ പുലരിയിൽ സുബഹിക്ക് നിസ്കരിക്കാൻ വേണ്ടി നേരത്തെ എണീറ്റ് wuduവെടുത്ത് പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചവരാണ് നമ്മൾ. ആ എണീക്കുന്ന സമയത്ത് പ്രഭാതം വിളിച്ചു പറയുന്നതാണ്. പ്രഭാതം നമ്മോട് വിളിച്ചു പറയുന്ന ഒരു വർത്തമാനമാണ്. അദ്ദേഹം പറയാണ്, ആ ദിവസത്തിൽ പറയും, യബ്ന ആദം, ആദം സന്തതിയെ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടി, അതായത് പുതിയ ദിവസമാണ് ഞാൻ. ഇന്ന് നിനക്കൊരു പുതിയ ദിവസമാണ്, ഇന്നലെ കഴിഞ്ഞു പോയി, ഇന്ന് നിനക്കൊരു പുതിയ ദിവസമാണ് ഞാൻ. എന്നിട്ട് പറയാണ്, വഅലൈക അമലുക ഷഹീദ്, താങ്കളുടെ പ്രവർത്തനത്തിന്റെ സാക്ഷിയാണ് ഞാൻ. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ഇന്നത്തെ ദിവസം നാളെ പരലോകത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രവർത്തനങ്ങളുടെ സാക്ഷിയാണ് ഇന്നത്തെ ദിവസം എന്ന് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു. എന്നിട്ട് ആ ദിവസം വിളിച്ചു പറയുന്നതാണ്, ഫതസവ്വദു മിന്നി ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. അദ്ദേഹം പറഞ്ഞുതരാണ്, ഇന്നത്തെ ദിവസം നിനക്ക് കഴിഞ്ഞു പോയാൽ,
ഇന്നത്തെ ദിവസം നിനക്ക് കഴിഞ്ഞു പോയാൽ ലോകാവസാനം വരെ ഇന്ന് ഞാൻ തിരിച്ചു വരികയില്ല കേട്ടോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ വാർദ്ധക്യത്തിലെത്തിയ ആളുകളുണ്ട്, മുടി നിറച്ച ആളുകളുണ്ട്. ഒന്ന് യുവത്വത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് തിരിച്ചു മടങ്ങാൻ കഴിയുമോ? യുവാക്കൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ബാല്യകാലം, സ്കൂളിന്റെ ആ ഒരു എൻജോയ്മെന്റ് ലൈഫ് എത്ര സുന്ദരമായിരുന്നു. അതിലേക്ക് തിരിച്ചു മടങ്ങണമെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചാൽ കഴിയോ? നഴ്സറിയിലേക്ക് പോയിരിക്കാൻ, 1ാം ക്ലാസ്സിലേക്ക് പോയിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെ ഒരിക്കലും തിരിച്ചു മടങ്ങാൻ സാധിക്കാത്തതാണ് ഓരോ സെക്കൻഡും നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ ദിവസവും പുതിയതാണ്. ആ ദിവസം കഴിഞ്ഞു പോയാൽ പിന്നെ ആ ദിവസത്തിലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ സാധ്യമല്ല. നമ്മള് PSC പരീക്ഷയൊക്കെ വരാറുണ്ട്, നെറ്റിന്റെ പരീക്ഷ ഇതാ വരാനിരിക്കണം. അപ്പോ ഓരോ ദിവസവും കഴിയുമ്പോഴത്തോറും നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സമയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ അക്കാഡമികളും അതിന്റെ ദിവസങ്ങൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 38 ദിവസമാണ് നെറ്റിന് ബാക്കി, ഇനി 28 ദിവസമാണ് നെറ്റിന് ബാക്കി. ഓരോ ദിവസവും പറയും എന്തിനാ? റിമൈൻഡറാണ്. ആ നെറ്റിന്ന പരീക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള അവസരമില്ല. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ മരണത്തിലേക്കുള്ള യാത്രയാണ് ഈ ദുനിയാവിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സെക്കൻഡും നമ്മെ വിളിച്ചു പറഞ്ഞത് നിന്റെ ആയുസ്സിൽ ഇതാ നിന്റെ 1 സെക്കൻഡ് കുറഞ്ഞിരിക്കുന്നു, ഇതാ നിന്റെ 1 മിനിറ്റ് കുറഞ്ഞിരിക്കുന്നു, ഇതാ നിന്റെ 1 മണിക്കൂർ കുറഞ്ഞിരിക്കുന്നു, ഇന്നത്തെ ദിവസം ഇതാ കഴിഞ്ഞിരിക്കുന്നു, ഇനി നിനക്ക് അവസരമില്ല. ഇത് ഓരോ ദിവസവും നമ്മളോട് വിളിച്ചു പറയുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദുന്യവിയായ വളവളപ്പുകൾ നമ്മെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നടന്നു പോകുമ്പോഴാണ് ഒരു ചത്തയാട് കാണുന്നത്. ആ ചത്തയാടിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെവിയറ്റതാണ്. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, 1 ദിർഹമിന് ആർക്കെങ്കിലും ഈ ആടിനെ വേണം? റസൂലേ, ചത്തയാടിന് 1 ദിർഹമിന് വേണ്ട എന്നത് മാത്രമല്ല, ഇത് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അത് ചെവിയറ്റത് കൊണ്ട് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല, കാരണം അതിന് അയവുണ്ട് എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ ഈ ആടിന് എത്രയാണോ വില കൽപ്പിച്ച് 1 ദിർഹം പോലും കൊടുത്ത് നിങ്ങൾ വാങ്ങാൻ തയ്യാറാവാതെ ഈ ആടിനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ദുനിയാവ് അതുപോലെയാണ്. ദുനിയാവ് നിസ്സാരമാണ്. ദുനിയാവിലെ പളപളപ്പുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന ചിന്തനീയമായ ഒരു മഹനീയമായ മെസ്സേജാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്. പാറുകന്ന് കടലിന്റെ വിശാലമായ ആ ഒരു വെള്ളത്തിൽ ഒരൽപ്പം ഇറ്റ് അതിന്റെ കൊക്കയിലേക്ക് എടുത്ത് അത് ശേഖരിച്ച് പറന്നു പോകുമ്പോൾ എത്രമാത്രമാണ് അതിനെ ശേഖരിക്കാൻ കഴിയുക? വിശാലമായ കടലിൽ അതിൽ നിന്നൊരൽപ്പം മാത്രം വെള്ളമെടുക്കുമ്പോൾ പ്രവാചകൻ പറയാണ്, അതുപോലെയാണ് ദുനിയാവ്. ദുനിയാവിൽ നിനക്ക് അധികമൊന്നും സമ്പാദിക്കാൻ പറ്റൂല. നീ ഇനി അധികമൊക്കെ സമ്പാദിച്ചാൽ പോലും നിന്റെ ഖബറിലേക്ക് നിന്റെ വീടിനെയോ നിന്റെ ബിസിനസിനെയോ നിന്റെ അക്കൗണ്ടിലെ ബാലൻസിനെയോ നിന്റെ സ്വർണത്തിന്റെ ആഭരണങ്ങളെയോ ഒന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് നമ്മുടെ നന്മകൾ മാത്രം, നാം ചെയ്ത കർമ്മങ്ങൾ മാത്രം. ആ കർമ്മങ്ങളിൽ നമ്മൾ ധൃതി കാണിക്കാനും നമ്മൾ മാത്സര്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹു വസീനത്തുൻ തഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇതല്ലേ ശരിക്കും നടക്കുന്നത്? നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ പരസ്പരം പെരുമാറിക്കാൻ. അപ്പുറത്തെ വീട്ടിലെ ആളുകൾ ബെൻസിന്റെ കാർ വാങ്ങുമ്പോൾ ഇവിടെ ഓടിയ കാർ വാങ്ങുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ മുന്തിയ കാർ വാങ്ങുന്നു. ഒരു ചെറിയ ഒരു നിലക്ക് ഒരു നല്ലൊരു വീട് വെക്കുമ്പോഴേക്ക് അടുത്ത അയൽവാസിക്ക് വീണ്ടും അവന്റെ ഫഖർ ഉയരുകയാണ്. അവന്റെ കയ്യിലെ സമ്പാദ്യത്തിന്റെ പെരുമ നടിക്കാൻ വേണ്ടി അതാ വീടിനെ വലിപ്പം കൂട്ടുന്നു, മോടി കൂട്ടുന്നു. അവന്റെ വസ്ത്രത്തിൽ പോലും അത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതല്ലേ ശരിക്കും നടക്കുന്നത്? മക്കളുടെ വിഷയത്തിലും സമ്പത്തിന്റെ വിഷയത്തിലും പെരുമ നടിച്ചുകൊണ്ട് ഈ ദുനിയവിയായ വിഷയത്തിൽ ഓവറായിട്ടുള്ള ഒരു ആത്മപ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചിക്കുന്ന വിഭവമാണ് സഹോദരങ്ങളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് സമ്പാദിക്കണ്ട എന്നല്ല, നല്ല വീട് വെക്കണ്ട, നല്ല വസ്ത്രം വാങ്ങിക്കണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് നമ്മുടെ പരലോകത്തേക്കാൾ, നമ്മുടെ ദീനിനേക്കാൾ, നമ്മുടെ ദീനി നിഷ്ഠയേക്കാൾ ഈ ദുനിയാവും ഈ ദുനിയാവിലെ വിഭവങ്ങളുമാണ് നമുക്ക് മുഖ്യമെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. നേരെ തിരിച്ചായിരിക്കണം, ദീനായിരിക്കണം മുഖ്യം. അടുത്തൊരു വീഡിയോ കാണാനിടയായി, ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്നു,
അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകളെ മാത്രം ആരാധനയിലേക്ക് കൊണ്ടെത്തിക്കുന്നു, അവരെ ഈ തട്ടത്തിന്റെ ഉള്ളിൽ മൂടിയിടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു മുസ്ലിം സ്ത്രീ പോലും സംസാരിക്കുന്ന വീഡിയോകളാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് പോയി എന്നല്ലാതെ, അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ നമുക്കെന്താണ് അതിൽ പറയാനുള്ളത്? ദീനാണ് മുഖ്യം, ദീനാണ് മുന്നിൽ നിൽക്കേണ്ടത്. ദീന് മുന്നിൽ കൊണ്ട് നടക്കാൻ സാധിച്ചോ ദുന്യവും കിട്ടി, പരലോകവും കിട്ടി. ദീനെ പിന്മാറ്റിക്കൊണ്ട് ദുന്യവിലെ വിഷയങ്ങളെയാണ് നമ്മൾ പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ ദീനും പോയി ദുനിയാവും പോയി എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ ഒരു മെസ്സേജാണ് ഈ ദുനിയാവ് എന്നത് നശിക്കും. ഈ ദുനിയാവ് എന്നത് നമ്മൾ എത്ര സമ്പാദിച്ചാലും ഇട്ടേച്ചു പോകും. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകരിക്കുന്നത് നമ്മുടെ അമലുകൾ മാത്രമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നത് മാത്രമാണ്. നാം ഈ ദുനിയാവിൽ ബാക്കി വെച്ച നന്മകൾ മാത്രമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പെരുമ നടിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറയുന്നത് ഈ പെരുമ നടിക്കൽ ഏതുവരെ എന്നറിയോ? ഖബർ കാണുന്നത് വരെ ഉണ്ടാവും. ഖബറിൽ നമ്മളെ ഇറക്കി വെച്ച് ആളുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്കാണ്. പിന്നെ ഈ പെരുമ നടിക്കാനോ ആളുകളെ കാണിക്കാനോ ഈ നമ്മൾ അഹങ്കാരം നടിച്ച് ആളുകളുടെ മുമ്പിൽ നിന്ന് പിന്തിരിഞ്ഞു കളയാനോ ഒരിക്കലും സാധ്യമല്ല. ഒന്നും ചെയ്യാൻ കഴിയാതെ ആ ഖബറിൽ നിശ്ചലമായി കൊണ്ട് കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വരാനിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ ബാക്കി പറഞ്ഞു, കല്ലാ സൗഫ തഅലമൂൻ. നമ്മളിപ്പോ മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ ഖബറിലേക്ക് എടുത്തു വെച്ചിട്ട് വിചാരണ തുടങ്ങുമ്പോൾ, മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. അന്ന് നമ്മൾ തിരിച്ചറിയും. കല്ലാ സൗഫ തഅലമൂൻ, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. വീണ്ടും പറയാൻ നീ അറിയ തന്നെ കേട്ടോ. ഈ ദുനിയാവിൽ നീ ശ്രദ്ധിച്ചിട്ടില്ലേ, നീ മനസ്സിലാക്കിയിട്ടില്ലേ എങ്കിൽ നീ മനസ്സിലാക്കാനുള്ള ഇടമാണ് ഖബർ. അവിടെ നീ മനസ്സിലാക്കുക, പരലോകത്ത് നീ മനസ്സിലാക്കുക. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തിന്റെ ബാക്കിയായി കൊണ്ട് വീണ്ടും പറഞ്ഞു, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഇപ്പോൾ അദൃശ്യമായ വിഷയത്തെക്കുറിച്ച് പരലോകമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമായില്ലേ? നീ നേരിട്ട് കാണുന്ന സമയമുണ്ടാകും. നാളെ വിചാരണക്കെടുക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് നീ നേരിട്ട് കാണുന്ന സമയമുണ്ടാകും. അന്ന് നീ പഠിക്കും. അല്ലാഹു പറയാണ്, കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം. പിന്നെ അവിടെ നിന്നിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. പിന്നെ കത്തിയാളുന്ന ആ നരകത്തിലേക്കായിരിക്കും നിന്റെ സങ്കേതമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സഹോദരന്മാരെ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ ദുന്യവിയായ ജീവിതം നാം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പരലോകമാണ് ഉത്തമം. ഈ ദുനിയവ് നമ്മൾ അവസാനിപ്പിച്ച് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് 60-70 ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ നമ്മളിൽ പലരും ഇന്നലകളിൽ ഉണ്ടായിരുന്നവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർ ഖബറിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഖബറിലാണ്. അതുകൊണ്ട് ആ ഖബർ എന്ന് തുടങ്ങുന്ന ജീവിതത്തിലേക്ക് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കണം. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ ബാക്കിയാകുന്നത്, നമുക്ക് ഖൈറായത് അത് പരലോകമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്ലിഹു ദീനകും അസ്ലിഹു ദുനിയാകും. നിങ്ങളുടെ ദുനിയാവിനെ നിങ്ങൾ നന്നാക്കണം. എങ്ങനെ നന്നാക്കണം? സൽക്കർമ്മങ്ങളിലൂടെ നന്നാക്കണം. വഅമലു ലിആഖിറതികും. നിങ്ങൾ പരലോകത്തിനു വേണ്ടി നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യണം. കഅന്നകും തമൂതു ഗദൻ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മരിക്കുമെന്ന ചിന്തയോടുകൂടി, ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത സെക്കൻഡിൽ നമ്മൾ ദുഹർ നിസ്കരിക്കുമ്പോൾ അസറിനുണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ജുമാ കഴിഞ്ഞ് അസറിന് നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഈ ദുനിയവിയായ ജീവിതത്തെ ധന്യമാക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ദുനിയവിയായ ഈ ജീവിതത്തിൽ ഈ പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്ന് പോലും ഹദീസുകളിൽ കാണാൻ സാധിക്കും. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഈ ദുനിയാവ് എന്നത്, ഈ ദുനിയാവ് കൃഷിയിടമാണ്. എവിടേക്കുള്ള കൃഷിയിടം? ഈ ദുനിയാവിൽ തന്നെ നേടാനുള്ള കൃഷിയിടമല്ല. ദുനിയാവിൽ കിട്ടും, നമുക്ക് നന്മകൾ ലഭിക്കും. പക്ഷെ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. കുറെ ബംഗ്ലാവുകൾ ഉണ്ടാക്കുക, കുറെ സമ്പത്തുകൾ ഉണ്ടാക്കുക, കുറെ സ്ഥാനമാനങ്ങൾ നേടുക എന്നതല്ല. മറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അടിസ്ഥാന ലക്ഷ്യമെന്നറിയോ? റബ്ബിനെ ആരാധിക്കുക എന്ന്.
ആ ലക്ഷ്യത്തെ വിട്ടുമാറി നമ്മൾ മറ്റു ലക്ഷ്യങ്ങളിലേക്ക്, ദുന്യവിയായ ലക്ഷ്യങ്ങളിലേക്ക് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം എന്ന തിരിച്ചറിവുണ്ടാകണം. ആ ജീവിതം പരീക്ഷണമാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്തുള്ള പരീക്ഷണം? എങ്ങനെയുള്ള പരീക്ഷണം? ആരൊക്കെ വലിയ വീടുകൾ ഉണ്ടാക്കിയെന്നല്ല, ആരൊക്കെ കാറുകൾ വാങ്ങിയെന്ന പരീക്ഷണമല്ല, ആരൊക്കെ മക്കളുണ്ടാക്കിയെന്ന പരീക്ഷണമല്ല, ആരൊക്കെ ഏറ്റവും നല്ല സ്റ്റാറ്റസിൽ ജീവിക്കുന്നു എന്ന പരീക്ഷണമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം എന്താ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ നിസ്കരിച്ചത്, ഏറ്റവും നല്ല രൂപത്തിൽ നോമ്പ് നോറ്റത്, ഏറ്റവും നല്ല രൂപത്തിൽ ദീൻ ആചരിച്ചത് എന്ന പരീക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് എന്റെ നിസ്കാരം എത്ര നല്ല നിസ്കാരമാണ് എന്ന് പരിശോധിക്കണം. എന്റെ നിസ്കാരത്തിൽ ഖുശൂ എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കണം. എന്റെ ഇബാദത്തുകളുടെ വിഷയത്തിൽ, എന്റെ മതനിഷ്ഠയുടെ വിഷയത്തിൽ എത്ര ഞാൻ കണിശതയുള്ളവനാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ആ പരിശോധനയിലാണ് നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ജീവിതം എന്നുള്ളത് അത് നശിക്കുന്നതാണ്, പരലോക ജീവിതമാണ് ബാക്കിയാകുന്നത്, എന്നും നിലനിൽക്കുന്നത്. ആ പരലോക ജീവിതത്തിനു വേണ്ടി നന്മകളിലായി മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാണ് നമ്മൾ മരിക്കുക എന്നറിയില്ല. നമുക്കൊരു ആയുസിന്റെ എന്തുണ്ട് ഈ ദുനിയാവിൽ, ഒരു അവസരത്തിന്റെ അവസാന സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, അത് പിന്തിപ്പിക്കുകയില്ല, മുന്തിപ്പിക്കുകയില്ല. എന്താണോ കണക്കാക്കിയത് അന്ന് നിങ്ങളുടെ റൂഹിനെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ ആ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ, ദുന്യവിയായ ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നുണ്ട്. ഇഖ്തനിം ഖംസൻ ഖബല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എന്താ 5 കാര്യങ്ങൾ? ഒന്ന്, പ്രവാചകൻ പറയാണ് ശബാബക ഖബല ഹറമിക. വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് യുവാക്കളെ, നമ്മുടെ ഈ ചുറുചുറുപ്പും ഈ ഒരു രക്തത്തിളപ്പും ഇതെല്ലാം ദീനിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഇബാദത്തിന്റെ വിഷയത്തിൽ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ, സുബഹിക്ക് പള്ളിയിൽ വരുന്ന വിഷയത്തിൽ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയിലും നമ്മൾ കൂടുതൽ ജാഗ്രതയും കൂടുതൽ താല്പര്യവുമുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. സഹാബത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും, സാബിഖുൽ ഖൈറാത്ത്, ഫസ്തബിഖുൽ ഖൈറാത്ത്. അവരെല്ലാം നന്മയിൽ മുൻകടന്നവരാണ്, അവരെല്ലാം നന്മയിൽ ബുദ്ധിപ്പെട്ടവരാണ്. അബൂബക്കറും ഉമറും അവർ സഹാബത്തെ നന്മകളിൽ മുന്നേറി അവർ മത്സരിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യുവാക്കളെ, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഈ ഒരു സുലഭമായ നിമിഷങ്ങൾ അത് ഇബാദത്തിന്റെ മേഖലയിൽ തിരിച്ചുവിടാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ നമുക്ക് ലഭിക്കുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നത്. രണ്ടാമത്തത് വസിഹ്ഹതിക ഖബല സഖമിക. നിന്റെ ആരോഗ്യം അത് നീ ഉപയോഗപ്പെടുത്തണം. നിനക്കിപ്പോൾ ആരോഗ്യമുണ്ട്, അടുത്ത നിമിഷത്തിൽ ഒരുപക്ഷെ അസുഖങ്ങൾ വന്ന് പിടിപെടാം. ആ പിടിപെടുന്നതിന് മുമ്പ് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞാൽ, ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രായമെത്തിക്കഴിഞ്ഞാൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ശരിക്കൊന്ന് കുമ്പിടാൻ പോലും കഴിയാത്ത രൂപത്തിലേക്കുള്ള അസുഖങ്ങൾ പലരെയും പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. മാരകമായ ക്യാൻസർ രോഗങ്ങൾ പോലും ആളുകളെ പിടിപെട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരെ, അത്തരം അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇബാദത്തിന്റെ വിഷയത്തിൽ, ഇസ്ലാമിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, അത് ആചരിക്കുന്നതിന്റെ വിഷയത്തിൽ നമ്മൾ കൃത്യമായ കണിശതയോടുകൂടി നിലകൊള്ളണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ നിനക്ക് ദാരിദ്ര്യം പിടിപെടുന്നതിന് മുമ്പ് നിന്റെ നിലവിലുള്ള കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് നീ ഉപയോഗപ്പെടുത്തണം. അത് ദാനധർമ്മങ്ങളിൽ ചിലവഴിക്കണം. നിന്റെ കുടുംബത്തിന് വേണ്ടി നല്ല രൂപത്തിൽ ചിലവഴിക്കണം. നിന്റെ മക്കൾക്ക് നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് പോലും അത് സ്വതക്കയിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിന്റെ കുടുംബത്തിനെ പോറ്റുന്നത് പോലും, അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമ്പത്ത് പോലും അത് സ്വതക്കയാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആളുകൾക്ക് ദാനധർമ്മങ്ങൾ നൽകുന്നത്, പള്ളിക്ക് വേണ്ടി ചിലവഴിക്കുന്നത്, പള്ളിയുടെ പണിക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നൽകുന്നത്, പള്ളി ഉണ്ടാക്കുന്നത് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാളെ പാരത്രിക ലോകത്ത് അബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവന് അല്ലാഹു ഒരു ഭവനം നൽകുമെന്നാണ്. ആർക്കെന്നറിയോ? പള്ളി പണിയാനുള്ള സഹായങ്ങൾ ചെയ്താൽ. ഒരു പള്ളി ഒരു മനുഷ്യൻ പണിത് കഴിഞ്ഞാൽ അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട്. ഈ വീടില്ലാത്തവന് വീട് നേടാൻ, സ്വർഗ്ഗത്തിൽ വീട് നേടാൻ കിട്ടുന്ന അവസരമാണ് പള്ളിക്ക് വേണ്ടി, പള്ളി നിർമ്മാണത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുക എന്നത്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനമായി 5-ാമതായി ശ്രദ്ധിക്കാൻ പറഞ്ഞത് വഹയാതക ഖബ്ല മൗതി. നിന്റെ മരണത്തിനു മുമ്പ് റൂഹ്
എന്നെ പിടിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം, ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ കഴിയില്ല, ഏത് സെക്കൻഡിലാണ് മരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, എവിടെ വെച്ച് മരിക്കും, എപ്പോൾ മരിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം, ഇഹലോക ജീവിതം, മരണാനന്തര ജീവിതത്തിനു വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ടാക്കിക്കൊണ്ട്, ഒരു തയ്യാറെടുപ്പായിക്കൊണ്ട്, നമ്മൾ നമ്മുടെ പരലോക ജീവിതത്തിനു വേണ്ടിയുള്ള ഒരു സാധായിക്കൊണ്ട്, ഒരു വിഭവമായിക്കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ യാത്രയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നാം യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ തയ്യാറാക്കുന്നത് പോലെ നമ്മുടെ പരലോക ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഈ ദുനിയാവിലെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പരിശ്രമത്തിലൂടെ, നന്മകളിലൂടെ, അതുപോലെ തന്നെ തിന്മകൾ മാറ്റിക്കൊണ്ട് ഏറ്റവും നല്ല ജീവിതം, ഇസ്ലാമികമായ ജീവിതം നയിച്ചുകൊണ്ട് നാം പരലോക ജീവിതത്തിനു വേണ്ടി പണിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد. ഒരിക്കൽ കൂടി മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണേ, തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. വിശുദ്ധ ഖുർആനിൽ ചില ആളുകൾ വിലപിക്കുന്ന ചില രംഗങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. മരണം അവനെ പിടികൂടുന്ന, മലക്കുൽ മൗത്ത് അവന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് വിലപിക്കുന്ന വിലാപത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, ഒരു മനുഷ്യന്, ആ മനുഷ്യന് മരണം വന്ന് പിടികൂടുന്ന സമയത്ത് ഖാല, അവൻ പറയുന്നതാണ് റബ്ബിർജിഊൻ, അല്ലാഹുവേ ഒന്ന് മടക്കി തരണം, അല്ലാഹുവേ ഒന്ന് മടക്കി തരണം. എന്നിട്ട് പറയണെന്താ, ലഅല്ലി അഅമലു സാലിഹൻ, ഞാൻ നന്മകൾ പ്രവർത്തിച്ചു കൊള്ളാം, ഫീമാ തറക്തു, ഏതെന്നറിയോ, ഞാൻ ജീവിതത്തിൽ കിട്ടിയ അവസരമുണ്ടല്ലോ, ഈ ദുനിയാവിൽ നമുക്ക് കിട്ടിയ ആയുസ്, ആ ആയുസിൽ ഞാൻ ഉപേക്ഷ വരുത്തിയ നന്മകൾ ചെയ്തുള്ളതാണ്. അപ്പൊ ദുനിയാവ്, ഈ ജീവിതം, അത് ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വിലപിക്കുന്ന വിലാപത്തെ കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, റബ്ബേ ഒരല്പസമയം, ഖരീബ് എന്ന് പറഞ്ഞാൽ എത്രയാ, ഏറ്റവും അടുത്താണ്, ഒരു അല്പസമയം, നിമിഷങ്ങൾ തന്നാൽ മതി റബ്ബേ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക്, ആ ചെയ്യാനുള്ള നന്മകൾ ചെയ്തു തീർത്തുകൊള്ളാം, അകും മിനസ് സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരവസ്ഥ സഹോദരന്മാരെ എനിക്കും ഈ ഇരിക്കുന്ന ഒരാൾക്കും വരാൻ പാടില്ല. അങ്ങനെ ഒരു വിലാപത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ മരണവേള ഏറ്റവും സന്തോഷത്തോടുകൂടി, മലക്കുകളുടെ ആദരവോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിലോ അള്ളാഹു പറയണേ, ഇങ്ങനെയൊക്കെ പറയുമ്പോ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വഹും മിൻ വറാഇഹിം ഇലാ യൗമി യുബഅസൂൻ. അള്ളാഹു പറയണേ, ഇതൊക്കെ വെറും വർത്താനാണ്. നിനക്കൊരു അവസരം കിട്ടി, 50, 60, 70 വയസ്സുകൾ ഈ ദുനിയാവിൽ ജീവിക്കാൻ, വർഷങ്ങൾ ജീവിക്കാൻ അവസരം കിട്ടി. എന്നിട്ട് നീ ചെയ്യാത്തത്, ഈ ഒരു അല്പസമയം നിനക്ക് കിട്ടിയാൽ നീ ചെയ്യുന്നതാണോ പറയുന്നത്? അത് വെറും വർത്താനാണെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അശ്രദ്ധരാകാൻ പാടില്ല. അശ്രദ്ധരായി നമ്മുടെ ജീവിതത്തെ രാവിലെയായി വൈകുന്നേരമായി കിടന്നുറങ്ങി പിറ്റേ ദിവസമായി അങ്ങനെ ജീവിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടി മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. ഇല്ലെങ്കിലോ വിചാരണയുണ്ടാകും. 5 കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ നിങ്ങളുടെ കാൽപാദങ്ങൾ ഒരടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ലാ തസാലു ഖദമ അബ്ദി യൗമൽ ഖിയാമ ഹത്താ യുസ്അലു അൻ ഖംസ്. 5 കാര്യങ്ങൾ ചോദിച്ചിട്ടല്ലാതെ, 5 കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നിട്ട് ഒന്നാമത് പറഞ്ഞു അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ കുറിച്ച് ഒന്നാമത് ചോദിക്കാണ്. അവന്റെ ആയുസ്സിനെ കുറിച്ച് 30, 40, 50, 60 വയസ്സ് നീ ദുനിയാവിൽ ജീവിച്ചില്ലേ, എന്നിട്ട് നീ ആ വർഷങ്ങളിൽ എന്ത് ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. ഫീമാ അഫ്നാ, എങ്ങനെ നീ ഉപയോഗപ്പെടുത്തി.
വഅൻ അമലിഹി, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിക്കും. ദുനിയാവിൽ ഈ വർഷങ്ങളെല്ലാം ജീവിച്ചിട്ട് നീ എന്താണ് ഈ ദുനിയാവിൽ ചെയ്തത്? ഫീമാ ഫഅല, എന്താണ് നീ അവന്റെ ഇൽമിനെ കുറിച്ച്, അവന്റെ അറിവിനെ കുറിച്ച് ചോദിക്കും. എന്താണ് നീ ആ അറിവനുസരിച്ച് പ്രവർത്തിച്ചത്? ഖുതുബകൾ കേട്ടു, ക്ലാസുകൾ കേട്ടു, യുവജനങ്ങൾ കേട്ടു, ദീനിന്റെ മജ്‌ലിസുകളിൽ ഇരുന്നു, എന്നിട്ട് നീ അതെല്ലാം അറിഞ്ഞിട്ട് നീ എന്താണ് ഈ ദീനിൽ നീ പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു അവസരം ഉണ്ടാകുന്നതാണ്. വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബ, നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത്? ഹലാലായ മാർഗത്തിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ നീ സമ്പാദിച്ചത് എന്ന് ചോദിക്കും. തീർന്നില്ല, വഫീമാ അൻഫഖ, നീ ഏതു മാർഗത്തിലാണ് ചിലവഴിച്ചത് എന്നും ചോദിക്കും. കുടുംബത്തിന് വേണ്ടി ഹലാലായ മാർഗത്തിൽ ചിലവഴിച്ചോ, അതല്ല ഹറാമിന്റെ മാർഗത്തിൽ കള്ളിനും അതുപോലെ തന്നെ പലിശയ്ക്കും തോന്നിവാസങ്ങൾക്കും സിഗരറ്റ് വലിക്കാനും ഒക്കെയാണോ നീ ചിലവഴിച്ചത്? എന്നാൽ നീ മറുപടി പറയേണ്ടി വരും എന്നാണ്. വഅൻ ജിസ്മിഹി ഫീമാ അബ്ല, നിന്റെ ശരീരത്തിനെ കുറിച്ച് ചോദിക്കും. നിന്റെ ശരീരത്തിനെ കുറിച്ച് ചോദിക്കും. ആ ശരീരത്തിന് നീ വേണ്ട ഹക്കുകൾ നീ നിറവേറ്റിയിട്ടുണ്ടോ? നീ കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഈ 5 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടല്ലാതെ നിനക്കൊരടി മുന്നോട്ട് പോകാൻ പരലോകത്ത് സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, സഹോദരന്മാരെ, ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയണമെങ്കിൽ ഈ ദുനിയാവ് എന്ന ഈ വിശാലമായ ലോകം, തീർന്നു പോകുന്ന ലോകം, നശിച്ചു പോകുന്ന ലോകം, ഈ ലോകത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ അനുഷ്ഠിച്ച് ഇസ്ലാം ആചരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, ആരാണ് നല്ല മനുഷ്യൻ? ആരാണ് നല്ല മനുഷ്യൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, ഒരു മനുഷ്യന് ആയുസ് കിട്ടി, ദീർഘായുസ് കിട്ടി, എന്നിട്ട് അവൻ ആ ആയുസ്സിൽ ഏറ്റവും നല്ല കർമ്മങ്ങളിൽ അവൻ പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. അല്ലാതെ ഈ ദുനിയവിയായ ജീവിതം ഏറ്റവും മനോഹരമായി ജീവിച്ചു എന്നതല്ല. നല്ല ഡ്രസ്സിട്ടു, നല്ല വീടുണ്ടാക്കി, നല്ല കാറുണ്ടാക്കി, നല്ല അവസരങ്ങൾ അവന് ദുനിയാവിൽ നല്ല സ്ഥാനങ്ങൾ കിട്ടി, അങ്ങനെയല്ല. മറിച്ച് ആയുസ് ദീർഘിച്ച് കിട്ടുകയും ആ ആയുസ്സിൽ അവൻ ഏറ്റവും നല്ല കർമ്മങ്ങളുമായി, പരലോകത്തേക്കുള്ള കർമ്മങ്ങളുമായി ജീവിച്ചവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് പറഞ്ഞു. നേരെ തിരിച്ചും പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ഒരു മനുഷ്യന് ആയുസ് കൂടുതൽ കിട്ടി, 50, 60, 70 വയസ്സ് കിട്ടിയിട്ടും അവന്റെ ജീവിതത്തിൽ നന്മകളില്ല, തിന്മകളാണ്, അവന്റെ ജീവിതത്തിൽ നന്മകൾ കുറഞ്ഞുപോയി, അവനാണ് ഏറ്റവും ശർറായ മനുഷ്യൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, പരലോക ജീവിതത്തിനു വേണ്ടിയുള്ള നമ്മുടെ തഖ്വ, ആ തഖ്വ നേടിയെടുക്കണം. നമ്മൾ നമ്മുടെ വിഭവം തയ്യാറാക്കണം. പരലോകത്തേക്കുള്ള, ഖബറിലേക്കുള്ള, മരണാനന്തര ജീവിതത്തിലേക്കുള്ള വിഭവം തയ്യാറാക്കണം. ആ വിഭവം എന്താണ്? അത് തഖ്വയാണ്. തഖ്വയോടുകൂടിയുള്ള ജീവിതമാണ്. ആ രൂപത്തിൽ തഖ്വയോടുകൂടി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് അവസ്ഥയിലും, ഏത് സമയത്തും, ഏത് സ്ഥലത്തു നിന്ന് മരണപ്പെടാൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ മരിക്കുവാനും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനും, ഏറ്റവും നല്ല കർമ്മങ്ങളുമായി നമ്മുടെ ഖബറിലേക്ക് നമുക്ക് പോകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ അല്ലാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖിമിസ് സലാം.